പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവ പാലിക്കാനും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സ്വതന്ത്രവും സമാധാനപരവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട എല്ലാ കരുതൽ നടപടികളും കമ്മീഷൻ സ്വീകരിക്കും. ക്രമസമാധാന പാലനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് ചീഫുമായി ആലോചിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ ആവശ്യാനുസരണം വീഡിയോഗ്രാഫറിയും വെബ്കാസ്റ്റിങ്ങോ ഏർപ്പെടുത്തും. അധിക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തും. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. അത് പ്രകാരമുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമാനുസൃതവും കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ വളരെ കൃത്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹന പ്രചാരണത്തിനും പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്കും പോലീസ് അധികാരികളുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതാണ്. ഉച്ചഭാഷിണിയുടെ ഉപയോഗം രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 6 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത്, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിരോധിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ ശബ്ദപരിധി പാലിച്ചായിരിക്കണം പ്രചാരണ പ്രവർത്തനം നടത്തേണ്ടത്. പരസ്യപ്രചാരണം വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിന് 48 മണിക്കൂർ വരെ മാത്രമേ പാടുള്ളൂ. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അച്ചടിക്കുന്ന പോസ്റ്ററുകളിലും ലഘുലേഖകളിലും അച്ചടിക്കാരൻ്റെയും പ്രസാധകൻ്റെയും പേരും വിലാസവും കോപ്പികളുടെ എണ്ണവും ഉണ്ടായിരിക്കണം. അച്ചടിക്കുന്ന രേഖയുടെ പകർപ്പും അതോടൊപ്പം പ്രിൻ്ററുടെ ഡിക്ലറേഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകിയിരിക്കണം. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ വേളയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. വോട്ടെണ്ണൽ ദിവസവും മദ്യനിരോധനം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും ഒരു ജനറൽ ഒബ്സർവർ ഉണ്ടാകും. IAS, IFS തലത്തിലുള്ള ഒരു ഓഫീസറെ കമ്മീഷൻ ഇതിനായി നിയോഗിക്കും. സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ചെലവ് നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിക്കും. പൊതുസ്ഥാപനങ്ങളും പരിസരവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും വികൃതമാക്കുന്ന തരത്തിലുള്ളതും അനധികൃതമായിട്ടുള്ള പ്രചാരണങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനും അതിന്മേൽ നടപടിയെടുക്കുന്നതിനും താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സ് ഉണ്ടാകും. കമ്മീഷൻ ഊന്നൽ നൽകുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.